അടുത്തത് 218 ശ്ലോകമാണ്. അപ്പോൾ ഇവിടെ നെയ്യിൻ്റെ കാര്യം തന്നെയാണ് പറയണേ. എന്തായാലും കഷായ സർവ ഏവേദേ സർപ്പിഷ സഹയോചിത പ്രയോജ്യ ജ്വര ശാന്ത്യർത്ഥം അഗ്നിസംദുക്ഷണ ശിവ. അപ്പോൾ ഇവിടെ പനിക്ക് നല്ലതായിട്ടുള്ള കുറേ കഷായങ്ങളൊക്കെ പറഞ്ഞു. ആ കഷായങ്ങളിലൊക്കെ തന്നെ നമുക്ക് നെയ്യ് ചേർത്ത് കാച്ചി അങ്ങനെ നെയ്യ് ഉണ്ടാക്കാം. അപ്പോൾ ആ നെയ്യ് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി മാറാൻ മാത്രമല്ല ജഠരാഗ്നിക്ക് ബലത്തെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാക്കുന്നു. അപ്പോൾ ധാരാളം ഇങ്ങനെയുള്ള ഘൃതങ്ങൾ ഇനിയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ അത്രയധികം സൂചിപ്പിച്ചിട്ടില്ല. എന്തായാലും പിപ്പല്യാദി ഘൃതം അങ്ങനെയുള്ള അനേകം ഘൃതങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ പിപ്പല്യാദി ഘൃതം മുതലായിട്ടുള്ള ഘൃതങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അഗ്നിയെ അത്യധികം അല്ലെങ്കിൽ നല്ലതാക്കുന്നതാണ് ഈ പറയുന്ന ഘൃതങ്ങളൊക്കെ.